ഒരു നാച്ചുറൽ റെഡ് കളർ കിട്ടിയിട്ടുണ്ട്. റെഡ് അല്ല, ഒരു പിങ്കിഷ് റെഡാണ് കേട്ടോ. ആദ്യം എന്താണ് ഇതിൻ്റെ ലിപ്പ് എന്നുള്ളതൊന്ന് ജസ്റ്റ് കാണണമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മാറ്റങ്ങൾ അറിയണമെങ്കിൽ ആദ്യം എന്താണെന്ന് അറിയണ്ടേ. അപ്പോൾ നമ്മൾ പറഞ്ഞ ക്രമങ്ങളൊക്കെ ഇങ്ങനെ പാലിച്ച് ജസ്റ്റ് ഒറ്റ യൂസിൽ തന്നെ ഇത്ര ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക്കും ലിപ്പ് ബാമൊന്നും ഇപ്പം യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ നാച്ചുറൽ ലിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളിങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ട് നല്ല റെഡ് ലിപ്പ് കിട്ടും. ഒറ്റ യൂസിൽ ഇത്ര മാറ്റം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കിട്ടൂലേ. അപ്പോൾ നമ്മളിന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളൊരു ലിപ് ബാം തയ്യാറാക്കിയിട്ടുണ്ട്. വെറും 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് കേട്ടോ. അത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ലിപ് ബാമാണ് കേട്ടോ. അപ്പോൾ ഇത് വിൻ്റർ സീസണൊക്കെ അല്ലേ വരുന്നത്. നമ്മളെ ലിപ്പിനെ നമ്മളെ സ്കിന്നിനെ പോലെ തന്നെ കെയർ ചെയ്യണം അല്ലേ. അതിന് വേണ്ടിയിട്ടുള്ളൊരു ലിപ് ബാമാണ്. അപ്പോൾ നമ്മൾ ലിപ് ബാം മാത്രമായിട്ട് എപ്പോഴും യൂസ് ആക്കിയാൽ നമ്മളെ ഒരു ലിപ്പിൻ്റെയും പിഗ്മെൻറ്റേഷനും ബ്ലാക്കൊന്നും പോകില്ല. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു അടിപൊളി സ്ക്രബ് കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ലിപ്പ് നല്ല റെഡ് ലിപ്പായിട്ട് നിൽക്കും. അതുപോലെ തന്നെ വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല മോയ്സ്ചറൈസിങ് ആയിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് പ്രൊഡക്റ്റ് വെച്ചുകൊണ്ട് നമ്മളെ ലിപ്പ് എങ്ങനെ പളന്ന് കത്തുന്ന പോലെ ചുവപ്പ് കളറാക്കാന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ ലിപ്പ് നല്ല ഡാർക്ക് ആയിട്ടുണ്ട് അല്ലേ. ഞാൻ സ്കിൻ കെയർ ഒന്നും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഞാൻ കരുതി ഇനി നിങ്ങളെ കൂടെ തന്നെയാണ് തുടങ്ങാന്നുള്ളത്. അപ്പോൾ നമ്മൾ അതിനുള്ള പ്രൊഡക്ട്സ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനും അതൊക്കെ ഫോളോ ചെയ്ത് ഇതിൻ്റെതൊക്കെ ബെറ്റർ ആക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഇൻട്രോ എടുക്കാൻ കാരണം നിങ്ങൾ ആദ്യം എന്താണ് ഇതിൻ്റെ ലിപ്പ് എന്നുള്ളതൊന്ന് ജസ്റ്റ് കാണണമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മാറ്റങ്ങൾ അറിയണമെങ്കിൽ ആദ്യം എന്താണെന്ന് അറിയണ്ടേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, അത്യാവശ്യം സൈസ് ഉള്ളതും അതുപോലെ തന്നെ മൂത്തതും നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ നല്ല റെഡ് കിട്ടുക കേട്ടോ. നമ്മളിത് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. മണ്ണിലുണ്ടാവുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ലിപ് ബാം എടുത്ത് സെറ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ സ്ക്രബും ബാക്കി ഇതിക്കൊക്കെ പോകുന്നത്. ആദ്യം നമ്മൾക്ക് ലിപ് ബാം സെറ്റ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ക്യൂബായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വാഷ് ചെയ്തിട്ടുള്ള ബീട്രൂട്ട്. അതിനുശേഷം നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക കേട്ടോ. നമ്മൾ വെള്ളം ചേർക്കാതെ തന്നെ ഓൾറെഡി അത് നന്നായിട്ട് അരിഞ്ഞ് കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഓൾറെഡി അതിന് ആവശ്യമായിട്ടുള്ള നീരൊക്കെ അതിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് അരയാൻ ശ്രദ്ധിക്കുക. അത് മാത്രം നമ്മൾ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ചെടുത്താൽ മതി. അതുപോലെ തന്നെ എരിവൊന്നുമുള്ള ജാറെടുത്ത് കണ്ട് അരക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ക്ലോത്തിലാണ് കേട്ടോ ഇടണത്. നമ്മൾ സാധാരണ ഈ ഒരു സ്കിൻ കെയറിനൊക്കെ എടുക്കുന്ന സാധനങ്ങളൊക്കെ ഊറ്റിയെടുക്കാൻ ഒരു ക്ലോത്താണ്, കോട്ടൻ്റെ ക്ലോത്താണ് കേട്ടോ എടുക്കൽ. അപ്പോൾ നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞ് നീര് കിട്ടും. അത്രക്കും നല്ല ഫിനിഷായിട്ട് നീരെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഗ്ലാസോളം ഇതിൻ്റെ ബീട്രൂട്ടിൻ്റെ പ്യുവർ നീര് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായ ശേഷം ഇത് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ജസ്റ്റ് ഒന്ന് തിളച്ച് വരാൻ അനുവദിക്കുക. അതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് കുറുക്കിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ എനിക്ക് പറ്റിയൊരു ഞാനൊന്ന് കൈയെടുക്കാണ്ട് ഇളക്കാതെ ജസ്റ്റ് അതിൻ്റെ ഇടയിൽ കുട്ടിയൊന്ന് ഡിസ്റ്റർബ് ചെയ്തപ്പോൾ അവൻ്റെ പിന്നാലെ പോയി. അതുകൊണ്ട് എനിക്ക് ചെറുതായിട്ടൊന്ന് അടിക്ക് പിടിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിനിരിക്കുമ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുക. അതുകൊണ്ട് എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിം ആക്കിയ ശേഷം നമ്മൾ കൈയെടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ സൈഡിലൊക്കെ പറ്റി പിടിക്കും. കാരണം ഇത് കുറച്ച് നീരല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സൈഡിലൊക്കെ വേഗം കരിഞ്ഞ് പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു തിക്ക് കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമുക്ക് വറ്റിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ക്ഷമയോടെ കാത്തിരിക്കേണ്ട ഒരു പ്രൊസീജിയറാണ് കേട്ടോ. ഇതിൽ വാട്ടറിൻ്റെ കണ്ടൻറ്റ് ബാക്കിയുണ്ടെങ്കിൽ നമ്മളെ ലിപ് ബാം കറക്റ്റ് ആ ഒരു ടെക്സ്ചർ കിട്ടൂല. അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഒരു ശ്രദ്ധ വിട്ടു പോയപ്പോഴേക്കും അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ കയ്യിൽ ചെറിയൊരു പാത്രം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുക്കുക കേട്ടോ. ഇത് വലിയ പാത്രം ആയതുകൊണ്ട് അതിൻ്റെ സൈഡിലൊന്നും ഈ ഒരു സംഭവമേ ഇല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ബീട്രൂട്ടിൻ്റെ നീര് കുറേയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമ്മൾ ബീട്രൂട്ട് പ്യുവർ ജ്യൂസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് വറ്റി വരുന്നുണ്ട്. അപ്പോൾ ഒരു കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം കറക്റ്റ് എപ്പോഴാണ് ഓഫാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ ടെക്സ്ചർ പോയിട്ട് അതൊരു കുറച്ച് കട്ടിയുള്ളൊരു ടെക്സ്ചറായിട്ട് കിട്ടും. ഈ ഒരു ടെക്സ്ചറിൽ നമ്മളിത് ഓഫാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഓഫാക്കി എടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ നെയ്യെടുക്കാൻ പോകാൻ ടൈം വേണ്ടതുകൊണ്ട് ഓഫാക്കി എടുത്തതാണ്. പക്ഷെ നമുക്കൊരു അബദ്ധം പറ്റി. ഇത് ഓഫാക്കി കഴിഞ്ഞാൽ ഒന്നുകൂടി ഡ്രൈ ആകും. അപ്പോൾ നമ്മൾ വറ്റാൻ തുടങ്ങുമ്പോഴേക്ക് തന്നെ നെയ്യൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഞാനത് പ്രശ്നമാക്കാതെ ഒരു 1/2 ടീസ്പൂൺ നെയ്യ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു 2 ഇൻഗ്രീഡിയൻസ് മാത്രമാണ് കേട്ടോ നമ്മുടെ ഈ ഒരു അടിപൊളി ബീട്രൂട്ട് ലിപ് ബാമിലേക്ക് ആഡ് ചെയ്യുന്നത്.
ലിപ്പ് വെള്ളം നല്ലോണം വറ്റിയതുകൊണ്ട് തന്നെ ഞാനൊരു 2-3 ഡ്രോപ്പ് വാട്ടർ കൂടി ഒഴിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ അടുപ്പത്ത് വെച്ചിട്ടൊന്ന് മിക്സാക്കി എടുത്തത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ മിക്സാക്കാൻ പറ്റാതെ നെയ്യ് പിരിഞ്ഞ് പോകുന്ന ഒരു ടെക്സ്ചറിലാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു 2-3 ഡ്രോപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. കുറച്ച് സാധനം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നമുക്കറിയാലോ പ്യൂർ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മൾ വാട്ടറിൻ്റെ അതൊക്കെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. നമ്മളൊരു ഗ്ലാസ് ടിന്നിലേക്ക് അത് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം അത് നമ്മൾ ഇതിനും വേണ്ടിയിട്ട് നമ്മളെ കയ്യിലുണ്ടായിരുന്ന ഒരു പെർഫ്യൂമിൻ്റെ ബോട്ടിൽ ക്ലീൻ ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ആ നെയ്യ് ഉണ്ടായതുകൊണ്ട് തന്നെ അതിൻ്റെ മേലെ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു തൂവി നിൽക്കണ പോലെ തന്നെ ഉണ്ട്. പക്ഷെ അതൊന്നും പ്രശ്നമാക്കണ്ട, നമ്മളതങ്ങനെ ഇട്ട് കൊടുത്താൽ നന്നായിട്ട് കെട്ടായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ സാധാ താഴത്ത് വെച്ചിട്ട് കട്ടാക്കി എടുത്തിട്ടുള്ള നമ്മൾ അടിപൊളി ലിപ് ബാമാണ് കേട്ടോ. നല്ലൊരു ജെൽ കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്, നല്ല കളറും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു ലിപ് ബാം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമ്മളെ കുട്ടികൾക്ക് വരെ യൂസ് ആക്കാം. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ്. നമ്മുടെ ലിപ്പിന് ബീട്രൂട്ടും അതേപോലെ തന്നെ നെയ്യും ഒക്കെ ഒരു മോയ്സ്ചറൈസിങ് അതേപോലെ തന്നെ ഒരു കളർ കൊടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യണ 2 ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. നാച്ചുറൽസ് കൊണ്ടൊക്കെ റിച്ച് ആയിട്ടുള്ള ഒരു അടിപൊളി ലിപ് ബാമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ലിപ് ബാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു സ്ക്രബ് റെഡിയാക്കാം. ഇതിനായിട്ട് ഹാഫ് ടൊമാറ്റോ ആണ് കേട്ടോ വേണ്ടത്. അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ടൊമാറ്റോയിലുള്ള സെലിനം പറഞ്ഞ ഒരു ഇൻഗ്രീഡിയൻറ്റ് നമ്മളെ ലിപ്പിന് ഭയങ്കരമായിട്ട് കളർ കൊടുക്കാനും ഹെൽത്തി ആയിട്ട് വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കസ്തൂരി മഞ്ഞൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മളെ കയ്യിലുണ്ടായതുകൊണ്ട് ആഡ് ചെയ്യാണ്. നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. കസ്തൂരി മഞ്ഞൾ ഇതേപോലെ തന്നെ ലിപ്പിന് നല്ലൊരു റെഡ് ഷെയ്ഡ് കൊടുക്കാനും നമ്മളെ ലിപ്പിൻ്റെ ഡാർക്ക് ഇതൊക്കെ കളയാനൊക്കെ ഹെൽപ്പ് ചെയ്യണ ഒരു ഇൻഗ്രീഡിയൻ്റാണ്. പിന്നെ നമ്മൾ ഷുഗർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ഷുഗർ നല്ലൊരു സ്ക്രബിങ് ഏജൻ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പ്രൊസീജിയേഴ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ടൊമാറ്റോ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഫസ്റ്റായിട്ട് യൂസ് ചെയ്യണ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ കസ്തൂരി മഞ്ഞളാണ്. ചുമരൊന്നും നോക്കണ്ട, ഞാൻ ജസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൽ വെക്കുകയാണ്. അപ്പോൾ ആ കസ്തൂരി മഞ്ഞൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ കസ്തൂരി മഞ്ഞളില്ലെങ്കിൽ സാധാ മഞ്ഞൾ തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. കസ്തൂരി മഞ്ഞൾ എന്തിനൊക്കെയാണ് നല്ലത് എല്ലാവർക്കും അറിയാമല്ലോ. നല്ലൊരു പ്രൊഡക്റ്റാണ് സ്കിന്നിനും അതുപോലെ തന്നെ ലിപ്പിനൊക്കെ നല്ലത്. അതിനുശേഷം നമ്മൾ വെച്ച് കൊടുക്കുന്നത് പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുത്തന് പഞ്ചസാരയും കൊണ്ട് ഇരിക്കുകയാണ്. അവന് എടുക്കാൻ സമ്മതിക്കണില്ല, അതാണ് എനിക്ക് ഇത്ര ടൈം എടുക്കുന്നത്. നമ്മളൊരു അത്യാവശ്യം കുറച്ച് ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പഞ്ചസാര കൂടി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫേസ് ഓൾറെഡി വാഷ് ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥയാണ്. നമ്മളിത് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തെടുക്കുകയാണ് നമ്മുടെ ലിപ്പ് കേട്ടോ. അപ്പോൾ ഞാൻ സ്ക്രബ് ചെയ്തതിന് ശേഷം കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് പ്രൊസീജിയേഴ്സ് ഒന്ന് കാണിച്ചു തരാം. അതൊരു പാത്രമാണ്. ഇതിങ്ങനെ തക്കാളി നീരുണ്ടായതുകൊണ്ടാണ് ഞാൻ സർക്കിൾ മോഷനിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ലിപ്പ് സ്ക്രബ് ചെയ്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ലിപ് ബാമാണ് കേട്ടോ യൂസ് ചെയ്യാൻ പോണത്. ഇത് ചെറുക്കൻ ജസ്റ്റ് ഒന്ന് തോണ്ടിയിട്ട് പോയി തോന്നണു. നമുക്ക് ഒരു ഇത്തിരി മതി കേട്ടോ. ഒരു ഇത്തിരി എടുത്താൽ തന്നെ ഇത് നല്ല ക്വാണ്ടിറ്റി ഉണ്ടാകും. നല്ല കളറും ഉണ്ട്. ഞങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യണതാണ് ഇത്. കളർ കണ്ട നമ്മൾ ഡയറി വേഴ്സിൻ്റെ കൂടെ ലിപ്സ്റ്റിക്ക് ഇടാൻ ഇഷ്ടപ്പെടാത്തവർക്ക് ഇത് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. കണ്ടോ നല്ലൊരു ഷെയ്ഡുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ലിപ്പിൻ്റെ ഷെയ്ഡ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. ഒരു അടിപൊളി ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട്. നമ്മളെ ഡാർക്ക് ഷെയ്ഡുകളൊന്നും കാണുന്നില്ല അല്ലേ. അപ്പോൾ ഇത് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടല്ലേ ചെയ്തത്. നമ്മളിത് ധൈര്യമായിട്ട് യൂസ് ചെയ്യുക. ഞാനിതിങ്ങനെ രസം കൊണ്ട് വീണ്ടും തേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഇരുന്ന് നമ്മളെ ലിപ്പാന്ന് നോക്കിയാൽ നല്ല ഷെയ്ഡ് വന്നിട്ടില്ലേ. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് എപ്പോഴും ഉണ്ടാകുമോ എന്നുള്ള എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാകും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് വൈപ്പ് ചെയ്തിട്ട് കളയാം. ഇത് കുറച്ച് നേരം വെച്ചതിന് ശേഷമാണ് കേട്ടോ. ഇപ്പോൾ കണ്ടോ നമ്മളെ കയ്യിൽ ലിപ് ബാം ഒന്നുമില്ല. നമ്മളെ ലിപ്പിൻ്റെ ഷെയ്ഡ് തന്നെ നല്ല ചേഞ്ച് ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ ലിപ് ബാം കഴുകിയിട്ട് വന്നു. ഒരു 10 മിനിറ്റ് അവിടെ വെച്ചിട്ട് ഒന്ന് കഴുകിയിട്ട് വന്നു. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം ഒന്ന് കാണിച്ചു തരാനാണ് കേട്ടോ. ഇപ്പോൾ കണ്ടോ
നമ്മൾ കഴുകിയിട്ട് വന്നിട്ടും എൻ്റെ ലിപ്പ് നല്ലൊരു ഷെയ്ഡ് അവിടെ കാണുന്നുണ്ട്. ഇത് ഒറ്റ യൂസിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ടൊരു റെഡ് ലിപ്പ് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളെ ലിപ് ബാം ഞാൻ പേഴ്സണലി പറയാലും നല്ലൊരു നെയ്യിൻ്റെ മണമൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് വെക്കാം. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്നുകൂടി അപ്ലൈ ചെയ്യണുണ്ട്. നിങ്ങൾക്ക് ഇനി കണ്ടോ, ഇത് നമ്മുടെ ലിപ് ബാമിൻ്റെ ഷെയ്ഡാണ് കേട്ടോ. ഒരു നാച്ചുറൽ റെഡ് കളർ കിട്ടിയിട്ടുണ്ട്. റെഡ് അല്ല, ഒരു പിങ്കിഷ് റെഡാണ് കേട്ടോ. ഇതൊരു അടിപൊളി ലിപ് ബാമാണ്, നാച്ചുറലാണ്. നിങ്ങളുടെ മക്കൾക്ക് വരെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ വേണമെങ്കിൽ തക്കുടൂനെ വിളിച്ചിട്ടൊന്ന് യൂസ് ചെയ്യണത് കാണിച്ചു തരാം. നമ്മൾ ഇതിലൊരു ഇത്തിരി ലിപ്സ്റ്റിക്ക് ഇട്ട് ലിപ് ബാം ഇട്ടിട്ട് നമ്മളെ തക്കുടൂന് കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇഷ്ടമായോ? ഓനിത് കുറേ നേരമായിട്ട് ഇട്ട് കളിക്കൽ തുടങ്ങിയിട്ട് അതാണ് ഞാൻ ഇഷ്ടമായോ ചോദിച്ചത്. അങ്ങനെ അടിക്കാം. ഓക്കെ, ആട്ടെ ആകട്ടെ. കണ്ടോ, കുഞ്ഞുങ്ങൾക്ക് വരെ യൂസാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ലിപ് ബാമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ ക്രമങ്ങളൊക്കെ ഇങ്ങനെ പാലിച്ച് ജസ്റ്റ് ഒറ്റ യൂസിൽ തന്നെ ഇത്ര ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക്കും ലിപ് ബാമൊന്നും ഇപ്പം യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ നാച്ചുറൽ ലിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളിങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ട് നല്ല റെഡ് ലിപ്പ് കിട്ടും. ഒറ്റ യൂസിൽ ഇത്ര മാറ്റം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കിട്ടൂലേ. ഇത്രയേ ഉള്ളായിരുന്നു കേട്ടോ നമ്മുടെ ഒരു അടിപൊളി വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആയാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഷെയർ ചെയ്തു. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.